ഹായ് ഗൈസ്, ഏറ്റവും വലിയൊരു അപ്ഡേറ്റ് ആണ്. കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി സോനാമാർഗ് എന്ന് പറയുന്ന ആ ഒരു ടണൽ സ്ട്രക്ചർ ഓപ്പൺ ചെയ്ത ന്യൂസ് എല്ലാവരും കേട്ട് കാണും. അപ്പോൾ കേൾക്കാത്തവർക്കും അപ്പോൾ ഈ ടണൽ എന്തുകൊണ്ടാണ് ഇപ്പോൾ നിർമ്മിക്കുന്നതെന്ന് പലർക്കും ഒരു ചോദ്യം ഉണ്ടാവും. അതായത് കാശ്മീർ, ജമ്മു, ലഡാക്ക് എന്ന് പറയുന്ന ഈ ഒരു സ്ഥലങ്ങളിൽ മൊത്തം ഏകദേശം 25,000 കോടി രൂപയോളം മുടക്കിയിട്ടാണ് നമ്മൾ 31 ടണലുകളോളം ഇപ്പോൾ പണിതുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തിനാണ് ഇത്രമാത്രം ടണലുകൾ? ഇതുകൊണ്ട് തന്നെ ടൂറിസം എങ്ങനെയായിരിക്കും ഡെവലപ്പ് ആകാൻ പോകുന്നത്? രണ്ടാമത്തെ കാര്യമായ ഇന്ത്യൻ ആർമിക്ക് ഇത് എങ്ങനെയൊക്കെയാണ് ലാഭകരമാകാൻ പോകുന്നത് ഉള്ള കാര്യങ്ങളാണ് ഡീറ്റെയിൽ ആയി നോക്കാൻ പോകുന്നത്. വീഡിയോ ഇഷ്ടപ്പെടാനെ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇപ്പൊ വീഡിയോ ഇട്ട് കിടക്കാം. അപ്പോൾ കഴിഞ്ഞ ദിവസമായിരുന്നു ഇന്ത്യൻ പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദി അതായത് ഈ സോനാമാർഗ് എന്ന് പറയുന്ന ഈ ടണലിനെ ഇനാഗുറേറ്റ് ചെയ്തത്. അപ്പോൾ ഇതുകൊണ്ട് സോനാമാർഗ് എന്ന് പറയുന്ന അവിടെയും അതുപോലെ തന്നെ കാശ്മീരിനെയും ജമ്മുവിനെയും കറക്റ്റ് ആയിട്ട് നമുക്ക് എത്തിച്ചേരാൻ വളരെ എളുപ്പകരമായ ഒരു 6.5 കിലോമീറ്ററോളം നീളമുള്ള ഈ ടണൽ ഓപ്പൺ ആക്കുന്നത്. അപ്പോൾ ഈ ഒരു ടണൽ ഓപ്പൺ ആകുന്നതുകൊണ്ട് തന്നെ അതായത് ആർട്ടിക്കിൾ 370 എടുത്തു കഴിഞ്ഞപ്പോൾ ഇവിടെയെല്ലാം വലിയ രീതിയിലുള്ള പ്രതിഷേധമെല്ലാം ഉണ്ടായിരുന്നു. ഇപ്പോൾ അവരുടെ എല്ലാം മുന്നിലോട്ടാണ് ഇത്രമാത്രം ഇൻഫ്രാസ്ട്രക്ചറുകളും ഡെവലപ്മെന്റുകളും വരുന്നത് എന്നുള്ള കാര്യം ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ ഇപ്പോൾ എന്താ സംഭവിച്ചിരിക്കുന്നത് വെച്ചാൽ അതായത് ഇതേപോലെ കുറെ ടണലുകളുണ്ട്. ആദ്യം ഈ ടണലിന്റെ സ്പെസിഫിക്കേഷൻസ് ഒന്ന് നോക്കാം. അതായത് ഈ ഒരു ടണൽ കാരണം ജമ്മു കാശ്മീരിലോട്ട് പോകുന്ന ആൾക്കാർ ആദ്യം കാർഗിലിൽ പോയി നിന്ന് അവിടെ നിന്ന് വീണ്ടും നമ്മൾ അതായത് പിറ്റേ ദിവസം പോകേണ്ട സ്ഥലങ്ങളിലോട്ടെല്ലാം തന്നെ നമുക്ക് ഒറ്റ ദിവസം കൊണ്ട് ആക്സസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ശ്രീനഗർ ആ ഒരു സ്ഥലങ്ങളെല്ലാം നമ്മളറിയാം. പൊതുവെ ജമ്മു റീജിയനിലെല്ലാം കേൾക്കുമ്പോൾ തന്നെ കൂടുതലും മഞ്ഞ് വീഴുന്ന സ്ഥലങ്ങളാണ്. അപ്പോൾ ഈ മഞ്ഞെന്ന് പറയുമ്പോൾ ചില ദിവസങ്ങൾ അതായത് ഇപ്പോൾ റീസെന്റ് ആയിട്ടും കൂടെ കുറെ ന്യൂസുകൾ പുറത്തു വന്നതാണ്. ജമ്മു, ലഡാക്ക് അങ്ങനെയുള്ള സ്ഥലങ്ങളിലെല്ലാം തന്നെ മഞ്ഞ് വീണുകൊണ്ട് ടൂറിസം അതായത് ടൂറിസ്റ്റിലെല്ലാം തന്നെ അവിടെ പോയവർക്ക് തിരിച്ചു വരാൻ പറ്റുന്നില്ല. കാരണം റോഡെല്ലാം കംപ്ലീറ്റ് ആയിട്ട് മഞ്ഞായതുകൊണ്ട് തന്നെ വണ്ടികൾക്ക് സഞ്ചരിക്കാൻ കഴിയില്ല. അങ്ങനെ 365 ദിവസം ഇങ്ങോട്ടുള്ള ടൂറിസം ഒന്നും പോസിബിൾ അല്ല. അപ്പോൾ ഈ മഞ്ഞ് കൂടുതൽ ഉള്ള സമയത്തെല്ലാം തന്നെ ടൂറിസം ആൾക്കാർക്ക് പോകണം എന്നുണ്ടെങ്കിൽ അവർക്ക് ഓപ്ഷൻ ഇല്ല. അത് അവോയ്ഡ് ചെയ്യുക, അല്ലെങ്കിൽ മറ്റേതെങ്കിലും മാർഗം സ്വീകരിക്കാനോ പറ്റുള്ളൂ. പക്ഷെ ഇനി അതിന്റെ ആവശ്യമില്ല. വർഷത്തിൽ 365 ദിവസം ഇവർക്ക് കൃത്യമായി പോകാൻ പറ്റും ഈ ഒരു ടണൽ ഉപയോഗിച്ചുകൊണ്ട്. അപ്പോൾ ഇത് ടൂറിസം മേഖലയ്ക്കും അതുപോലെ തന്നെ ജമ്മു കാശ്മീരിന്റെ എക്കോണമിക്കും ഇതൊരു വലിയൊരു ബൂസ്റ്റായി നിൽക്കുന്നുണ്ടെങ്കിലും ഒപ്പം നമ്മുടെ ആർമിക്കും നല്ല രീതിയിൽ ഒരു ബൂസ്റ്റാണ്. കാർഗിൽ യുദ്ധ സമയത്തെല്ലാം തന്നെ നമ്മൾ സഫർ ചെയ്താണ്. അതായത് ഈ യുദ്ധം നടക്കുമ്പോഴെല്ലാം തന്നെ നമുക്ക് കൃത്യമായ ഒരേ ഒരു റോഡിനെ മാത്രം നമ്മൾ ആശ്രയിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ആ റോഡിനെ കംപ്ലീറ്റ് ആയിട്ടും അവർ തകർത്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആർമിക്ക് അങ്ങോട്ട് ഒരു തരത്തിലുള്ള ട്രാൻസ്പോർട്ടേഷൻ പറ്റില്ല. ഇതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ ലോജിസ്റ്റിക്സ് ഒന്നും തന്നെ അങ്ങോട്ട് നീക്കാൻ പറ്റില്ല. അതായത് വെപ്പൺസ് ആയിക്കോട്ടെ, അങ്ങനെ അവരുടെ ഫുഡ് ആയിക്കോട്ടെ, ക്ലോത്ത്സ് ആയിക്കോട്ടെ, ഒന്നും തന്നെ എത്തിച്ചേർക്കാൻ പറ്റാത്ത അവസ്ഥ വരുമ്പോൾ നമ്മൾ കംപ്ലീറ്റ് ആയിട്ടും എയർഫോഴ്സിനെ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇനി അതിന്റെ ആവശ്യം പോലും ഇല്ല. അതായത് യുദ്ധം വരുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെ ഒരു ടണൽ ഉള്ളതുകൊണ്ട് തന്നെ ഇത് വളരെ ഉപകാരമാണ്. അപ്പോൾ ഈ ടണലിന്റെ സ്പെസിഫിക്കേഷൻസ് ഇതാണ്. ഇതുകൂടാതെ നമ്മൾ ടോട്ടൽ ജമ്മു കാശ്മീരിൽ മൊത്തം 25,000 കോടി രൂപ, അതായത് 1-2 രൂപയല്ല, 25,000 കോടി രൂപ ചെലവാക്കിക്കൊണ്ടാണ് നമ്മൾ ഇപ്പോൾ 31 ടണലുകളോളം നിർമ്മിക്കുന്നത്. അതിൽ പല ഇമ്പോർട്ടന്റ് ആയ ടണലുകളുണ്ട്. അടൽ സേതു, സോനാമാർഗ്, ഇങ്ങനെ പല ടണലുകളുണ്ട്. ഒന്ന് ടൂറിസം ഡെവലപ്പ് ആകുകയാണെങ്കിലും ഇന്ത്യൻ ആർമിക്ക് ഇതിൽ ഏറ്റവും കൂടുതൽ അഡ്വാൻറ്റേജ് ഉണ്ട്. ഇപ്പോൾ നമ്മൾ അടുത്തതായിട്ട് ഏറ്റവും കൂടുതൽ ലോകം മൊത്തം ഫോക്കസ് ചെയ്യുന്ന ഒരു ടണലിന്റെ പേര് എന്ന് പറയുന്നത് സോജില പാസ് എന്ന് പറയുന്നതാണ്. ഇതാണ് ഇപ്പോൾ ഇത് നിർമ്മിച്ചു കഴിഞ്ഞാൽ ഏഷ്യയിലെ ഏറ്റവും വലിയൊരു ടണൽ സ്ട്രക്ചറായി ഇത് മാറാനും സാധ്യതകളുണ്ട്. കാരണം അത്രമാത്രം ലോങ് ഡിസ്റ്റൻസിലാണ് ഇപ്പോൾ നമ്മൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ സോജില ഒക്കെ എന്തിനാണ് നിർമ്മിക്കുന്നതെന്ന് വെച്ചാൽ അത് നമുക്ക് ഈ ടണലുകൾ ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മുടെ LOCയിലോട്ടും നമുക്ക് ഡയറക്റ്റ് ആക്സസ് ചെയ്യാൻ പറ്റും. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കാർഗിൽ യുദ്ധ സമയത്ത് നമുക്ക് ഈ ആക്സസ് ഇല്ലാണ്ടിരുന്ന സമയം ഒരു പ്രശ്നമായിരുന്നു. പക്ഷെ ഈ ടണൽ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് LOCയിലോട്ടും ആക്സസ് ചെയ്യാൻ പറ്റും. ഇതേപോലെ ഓരോ ടണലുകളും ടൂറിസവും ഇന്ത്യൻ അതായത് ആർമിക്കും ഒരുപോലെ അനുകൂലമായ രീതിയിലാണ് പ്ലാൻ ചെയ്തിരിക്കുന്നതും ഡെവലപ്പ് ചെയ്തിരിക്കുന്നതും. അപ്പോൾ എന്തുകൊണ്ടാണ് ഇത് പ്രത്യേകത എന്ന് ചോദിച്ചു നോക്കുകയാണെങ്കിൽ അതായത് ചൈനയുടെ 13ാമത്തെ എക്കണോമിക് പ്ലാൻ ആയിക്കോട്ടെ, ഗ്രോത്ത് പ്ലാനിലായിക്കോട്ടെ, അവർ കൂടുതലും ടണലിനെ ഫോക്കസ് ചെയ്തുകൊണ്ട് LAC അതായത് നമ്മളും ചൈനയും ബോർഡർ ചെയ്യുന്ന ആ കംപ്ലീറ്റ് സ്ഥലങ്ങളിലോട്ടും അവർക്ക് ടണൽ സ്ട്രക്ചർ ഉണ്ട്. അപ്പോൾ ഒരു യുദ്ധം വരുന്ന സമയത്ത് നിങ്ങളൊന്ന് ആലോചിച്ചൊക്കെ ചൈനയ്ക്ക് അവരുടെ എക്യുപ്മെന്റ്സ്, ലോജിസ്റ്റിക്സ്, അതുപോലെ തന്നെ ആൾക്കാരെ എല്ലാത്തിനെയും ഒരുമിച്ച് കൊണ്ടുവന്ന് നമ്മുടെ ഫ്രണ്ട് ലൈനിൽ നിർത്താനും അവർക്ക് ആ യുദ്ധം ചെയ്യാനും പറ്റും. പക്ഷെ നേരെ മറിച്ച് ആ ഒരു യുദ്ധ സമയം ചൈനയ്ക്കറിയാം ഇന്ത്യയുടെ വീക്ക് സമയം അതായത് കൂടുതലും വിന്റർ സമയത്താണ്. അപ്പോൾ വിന്റർ സമയത്ത് നമുക്ക് ഈ അതായത് റോഡൊന്നും ആക്സസ് ചെയ്യാൻ പറ്റാത്തപ്പോൾ അതായത് യുദ്ധം വരികയാണെങ്കിൽ നമ്മൾ എയർഫോഴ്സ് രീതിയിൽ മാത്രമോ അവിടെ ഫോക്കസ് ചെയ്യാൻ പറ്റുള്ളൂ. യുദ്ധത്തിൽ ചൈനയ്ക്ക് എളുപ്പത്തിൽ മുന്നേറാനും പറ്റും.
അപ്പോൾ ഈ ഒരു വീക്ക്നെസ് ഇന്ത്യക്ക് ഉണ്ടായിരുന്നു. പക്ഷേ ഇങ്ങനെയുള്ള വീക്ക്നെസ് എല്ലാം തന്നെ ഓൾറെഡി വരുമെന്ന് ചൈന കണ്ടറിഞ്ഞ് 2016-15 ആ ഒരു കാലഘട്ടങ്ങളിൽ തന്നെ ചൈന കംപ്ലീറ്റ് ആയിട്ടും ഉള്ള വീക്ക്നെസ് എല്ലാം തന്നെ അവർ ടണൽ സ്ട്രക്ചറുകളും കൂടുതൽ ടണൽ സ്ട്രക്ചർ എല്ലാം തന്നെ ചൈനയുടെ 13th ഗ്രോത്ത് പ്ലാനിലാണ് അവർ ഇൻക്ലൂഡ് ചെയ്ത് അവർ കംപ്ലീറ്റ് ഡെവലപ്മെന്റുകൾ നടത്തിയത്. അന്ന് തൊട്ട് തന്നെ ഇന്ത്യക്ക് ഒരു ഭീഷണിയായിരുന്നു. അതായത് ഇത്രയും ടണൽ സ്ട്രക്ചർ ഉള്ളതുകൊണ്ട് തന്നെ ചൈന എന്തിനോ വലിയൊരു ഒരുക്കത്തിലോട്ട് പോകാന്ന്. അതിനുശേഷമാണ് ഇന്ത്യ ഈ ഒരു ഇനിഷ്യേറ്റീവ് എടുത്ത് നമ്മളും ഏകദേശം 31 ടണലിനെ പ്ലാൻ അപ്രൂവ് ചെയ്തത്. അങ്ങനെയുള്ള അപ്രൂവലിനാണ് നമ്മൾ 25,000 കോടി രൂപയോളം അലോക്കേറ്റ് ചെയ്തത്. അതിൽ ഓരോ പ്ലാനുകൾ ഇപ്പോൾ കംപ്ലീറ്റ് ആയി വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കുറെ ടണലുകൾ കംപ്ലീറ്റ് ചെയ്തു, കുറെ ടണലുകൾ ഇപ്പോൾ അണ്ടർ പ്രോസസ്സിലാണ്, ഇനി കുറെ ടണലുകൾ സ്റ്റാർട്ട് ചെയ്യുന്നു. അങ്ങനെ ഏകദേശം 25,000 കോടി അലോക്കേറ്റ് ചെയ്തിരിക്കുന്നു. ഇതുകൊണ്ട് തന്നെ ഇന്ത്യൻ സൈന്യത്തിനെ നമ്മുടെ ബൗണ്ടറിയിൽ LOCയിലും LACയിലും നമുക്ക് ഈസിയായി ആക്സസ് ചെയ്യാൻ പറ്റും. അത് 365 ദിവസവും നമുക്ക് പറ്റും. ഇതുപോലെ തന്നെ നമ്മുടെ ഇമ്പോർട്ടന്റ് അതായത് ടണൽ ഉള്ളതുകൊണ്ട് മറ്റൊരു ഇമ്പോർട്ടന്റ് അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ യുദ്ധസമയങ്ങൾ ഇമ്പോർട്ടന്റ് ആയ വിമാനങ്ങൾ വരെ നമുക്ക് അതിൻ്റെ ഉള്ളിൽ കൊണ്ടുപോയി സുരക്ഷിതമായി നമുക്കത് അതിൻ്റെ ഉള്ളിൽ പ്രൊട്ടക്ട് ചെയ്യാനും പറ്റും. ഇങ്ങനെയുള്ള പല അഡ്വാൻറ്റേജുകളാണ് ടണലിന് പൊതുവെ ഉണ്ടാവാറ്. അപ്പോൾ ഇതെല്ലാം കരുതിക്കൊണ്ടാണ് ഈ ടണലുകളെല്ലാം നിർമ്മിക്കുന്നത്. അപ്പോൾ വെറും എക്കണോമി മാത്രമല്ല, എക്കണോമി പരമായിട്ടും ഇന്ത്യൻ ആർമിക്കും ഒരു ബൂസ്റ്റാണ്. അപ്പോൾ ഇത്രയും നാളും ആർട്ടിക്കിൾ 370 അതായത് പട്ടി കുറയ്ക്കുന്ന പോലെ കുറച്ചുകൊണ്ടിരുന്ന ഒമർ അബ്ദുള്ള അടക്കം ഇപ്പോൾ തിരിഞ്ഞ് എക്കണോമിയാണ് ടൂറിസമാണ് വേണ്ടേ എന്ന് പറഞ്ഞ രീതിയിൽ അദ്ദേഹം തന്നെ മാറിയിരിക്കുന്നു. ഇനിയെങ്ങാനും ഈ ചിന്താഗതികൾ അന്ന് അതായത് പലരും അത് എടുത്തു കളയരുത്, തിരിച്ചു കൊണ്ടുവരണം എന്ന് പറഞ്ഞ പലർക്കും ഇപ്പോഴെങ്കിലും മനസ്സിലായിക്കണം അതായത് ഇതിന്റെ എത്രമാത്രം ഇമ്പോർട്ടൻസ് ആണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്.